തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവാവിനെ കുത്തിക്കൊന്നു. കണ്ണറവിള സ്വദേശിയായ മനു ആണ് കൊല്ലപ്പെട്ടത്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അമിതമായി ശബ്ദമുണ്ടാക്കിയെന്ന് പറഞ്ഞുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഈ സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടിയിലായ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. ഹാൻസ്റ്റോൺ വിവരങ്ങളുമായി ചേർന്നു. ഹാൻസെ, നടന്ന സംഭവം എന്താണ്? സേതു, ഇന്നലെ രാത്രിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ മരിച്ച കണ്ണറവിള സ്വദേശി മനു, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഈ പ്രതികളുടെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട്. അവിടെ വെച്ച് ഈ പ്രതികളിൽ ഒരാളുടെ സുഹൃത്തിൻ്റെ വണ്ടിയുടെ പെട്രോൾ തീർന്നുപോയി. വീണ്ടും പുറത്തുനിന്ന് പെട്രോൾ വാങ്ങി ഇന്ധനം നിറച്ച് അതിനുശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമിതമായ ശബ്ദമുണ്ടായി. ഇത് മനു ചോദ്യം ചെയ്തു. ഇത് പിന്നീട് തർക്കത്തിലേക്ക് മാറി, സംഘർഷമായി. ഈ കൂട്ടത്തിൽ ഈ സംഘം ചേർന്ന് മനുവിനെ ആക്രമിച്ചു. മനുവിൻ്റെ ഒപ്പം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ തർക്കം പിന്നീട് സംഘർഷമാവുകയും സംഘർഷത്തിനിടയിലാണ് പ്രതികളിൽ ഒരാളായിട്ടുള്ള അമ്പാടി ഈ മനുവിനെ കുത്തി അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഴത്തിലുള്ള കുത്തായിരുന്നു, വലിയ രീതിയിൽ മുറിവേറ്റിരുന്നു മനുവിന്. ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പ്രതികളായിട്ടുള്ള മിഥുൻ, പൊടിയൻ, ബിജു എന്ന ഇവർ രണ്ടുപേരും ഈ കൊലപാതകം ചെയ്യാൻ അമ്പാടിയെ സഹായിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഈ അമ്പാടിയുടെ സഹോദരനാണ് മിഥുൻ. ബിജു എന്ന പൊടിയൻ്റെ 2 മക്കൾ കൂടിയാണ് ഈ പ്രതികളായിട്ടുള്ള അമ്പാടിയും മിഥുനും. അങ്ങനെ വരുമ്പോൾ ഈ അച്ഛനും 2 മക്കളും ചേർന്ന് ഇത്തരത്തിൽ കൊലപാതകം നടത്തി എന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരു പ്രതി, 4ാമത്തെ പ്രതി കൂടെയുണ്ട്. അത് പ്രായപൂർത്തിയാകാത്ത യുവാവാണ്. അതുകൊണ്ട് തന്നെ ഇവർ 4 പേരെയും ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ നടന്ന സംഭവം മാത്രമല്ല, നേരത്തെയും സമാനമായ രീതിയിൽ ഇരുകൂട്ടരും തമ്മിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിലെ മുൻവൈരാഗ്യം കൂടെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ മരിച്ച മനുവിൻ്റെ മൃതശരീരം നെയ്യാറ്റിൻകര ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. സേതു.